കുടുങ്ങുമ്പോ വാങ്ങണതാണ്. കുടുങ്ങുമ്പോ വാങ്ങണാണ്. ആ കുടുങ്ങിയ അവസ്ഥയിൽ മനുഷ്യൻ കിറ്റ് വാങ്ങി. പക്ഷേ ആ കിറ്റ് എത്ര ഉണ്ടായത്? സപ്തഭാഷാ സംഗമഭൂമി ഇവിടുന്ന് എത്ര യാത്രകൾ പോയിട്ടുണ്ട്. അതൊക്കെ സൗഹാർദ്ദത്തിന്റെ യാത്രയായിരുന്നു. ഇപ്പൊ നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ പറയുന്ന വർത്താനല്ല. ബിജെപിയെ തടയാൻ ഇന്ത്യ ഒട്ടാകെ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആളുകള് ബിജെപി പറയുന്ന അതേ വർത്തമാനം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ മാതിരി അതേ വർത്താനം അവരും പറയുന്നു. എന്തൊരു വിധി വൈപരീത്യം, എന്തൊരു വിരോധാഭാസം. ഭൂരിപക്ഷ വർഗീയതയെ കത്തിക്കാൻ വേണ്ടി, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി, ഇതൊക്കെ ഭരണത്തിൽ ആത്മവിശ്വാസമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ നേരെ കേസ് കെട്ടെടുക്കുന്നത്. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേരെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ സാധനം അത് പോയി തപ്പിയെടുത്ത് മുഖം തുടച്ചാൽ ആരുടെ മുഖമാണ് വികൃതാക? ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ സാധനം. അങ്ങനെയുള്ള കേസുകളൊക്കെ എടുത്ത് UDF-നെ തടുത്തു നിർത്താമെന്ന് കരുതണ്ട. ഈ ജാഥ അങ്ങ് തിരുവനന്തപുരത്തെത്തുമ്പോഴേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ആത്മവിശ്വാസം കൂടും. കേരളത്തിലെ ജനങ്ങൾ ആത്മവിശ്വാസത്തോടെ അടുത്ത 5 വർഷം കേരളത്തെ നയിക്കാൻ ഒരു സുതാര്യമായ ഭരണം, നല്ല പരിപാടികളുമായുള്ള ഒരു ടീം വർക്ക്, അതായിരിക്കും UDF. എല്ലാ UDF ഗവൺമെന്റുകളെയും പോലെ നേട്ടത്തിന്റെ പട്ടിക അത് കൊയ്യും. യാതൊരു സംശയവും വേണ്ട. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. എല്ലാവിധ അഭിവാദ്യങ്ങളും. ശ്രീ രമേശ് ചെന്നിത്തല ജാതി ഞങ്ങളൊക്കെ അംഗങ്ങളാണ്. വിവിധ സ്ഥലവിഭാഗങ്ങളിൽ ഞങ്ങളൊക്കെ ഇനിയും പ്രത്യക്ഷപ്പെടും എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇതിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്റെ പാർട്ടിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ് വേദിയിലുണ്ട്. മറ്റു നേതാക്കളുണ്ട്. കാസർകോട്ടെ നേതാക്കന്മാർ CT അഹമ്മദ് അലി, നെല്ലിക്കുന്ന് തുടങ്ങിയ എല്ലാവരും. ഈ ജാഥയിൽ ആദ്യാവസാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം വളരെ വലിയ തോതിൽ അണികളും നേതാക്കളും ഉറപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഐശ്വര്യ കേരള യാത്രയുടെ നായകൻ ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇന്നത്തെ യാത്ര ഔപചാരികമായി ഉദ്ഘാടനം നടത്തിയ കേരളത്തിന്റെ അഭിമാനഭാജനമായ നേതാവ്, ജനപ്രിയ നേതാവ് ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർകളെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സന്നിഹിതരായിട്ടുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീമാൻ താരിഖ് അൻവർ, കർണാടക മുൻ മുഖ്യമന്ത്രിയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനുമായ ശ്രീമാൻ പരമേശ്വര, കേരള കോൺഗ്രസിന്റെ ബഹുമാന്യ നേതാവ് ശ്രീമാൻ PJ ജോസഫ്, എന്റെ പ്രിയ സ്നേഹിതൻ RSPയുടെ നേതാവ് ശ്രീമാൻ NK പ്രേമചന്ദ്രൻ MP, മുസ്ലിം ലീഗിന്റെ സമാരാധ്യനായ നേതാവ് ശ്രീമാൻ KPA മജീദ്, പ്രിയപ്പെട്ട ശ്രീമാൻ CP ജോൺ, ശ്രീമാൻ അനൂപ് ജയ്പ്കർ, ശ്രീ ദേവരാജൻ, ശ്രീ ജോൺ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ മലബാറിന്റെ ചുമതലയുള്ള ശ്രീമാൻ PV മോഹൻ, മധ്യ കേരളത്തിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഐവാൻ ഡിസൂസ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സമാരാധ്യരായ നേതാക്കന്മാരെ, KPCCയുടെ ഉപാധ്യക്ഷൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമാൻ K സുധാകരൻ MP, നമ്മുടെ എല്ലാം തന്നെ പ്രിയങ്കരനായ ജനപ്രതിനിധി പാർലമെന്റ് അംഗം പ്രിയ സഹോദരൻ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകളെ, അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ ഹൈബി ഈഡൻ MP, പ്രിയപ്പെട്ട MLA-മാരെ, KPCCയുടെ ഭാരവാഹികളെ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ കക്ഷിയുടെയും
എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരീ സഹോദരന്മാരെ, മാധ്യമങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. എന്തെന്നില്ലാത്ത സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ ചരിത്ര യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ പ്രിയ സ്നേഹിതൻ, നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടൽ നിർത്തിക്കൊണ്ട് കുറ്റവിചാരണ നടത്തിയ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല ഈ തരമൊരു യാത്രയുമായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ യാത്ര ഐശ്വര്യ കേരള യാത്ര, എല്ലാം കൊണ്ടും അന്വർത്ഥമായ ഒരു പേരായിട്ട് ഞാനത് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ യാത്രയുടെ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ഒരു ജിഹ്വ എന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ സംശുദ്ധമായ ഒരു സദ്ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് പറയാനുള്ള സാഹചര്യം എന്താണ്? 5 വർഷം മുമ്പ് ഏറെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമസ്ത മേഖലയിലും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷ ആകെ തകർത്തിരിക്കുന്നു. അവിടെ ആശയാഭിലാഷങ്ങൾ ആകെ കരിഞ്ഞു പോയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു യാത്രയായിട്ട് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല പുറപ്പെടാൻ പോകുന്നത്. അറിയാവുന്നതുപോലെ ബഹുമാന്യ ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട് കേട്ടിട്ടില്ലാത്ത ഒരുപാട് അഴിമതിയുടെ കഥകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കള്ളക്കടത്തും മയക്കുമരുന്നും മാത്രമല്ല, ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഗുരുതരമായ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ശിരസ് താഴ്ത്തി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഇന്ന് കാണുന്നത്. കേന്ദ്രത്തിലെ അറിയപ്പെടുന്ന അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യം ഇന്ന് വരെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ രാജ്യത്തൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ആ വസ്തുത ഈ നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളം പ്രബുദ്ധമായൊരു സംസ്ഥാനമാണ്. വിദ്യാസമ്പന്നരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം. ആ സംസ്കാര സമ്പന്നമായ ഈ സംസ്ഥാനത്ത് ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ആ ദുരന്തത്തിന് എന്നേക്കുമായിട്ട് പരിഹാരം കണ്ടെത്തേണ്ട മൗലികമായ ബാധ്യത ഈ രാജ്യത്ത് ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർക്ക് മാത്രമല്ല, നാട്ടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിൽ ഐശ്വര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും വലിയ ആവശ്യമാണ്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ അവകാശപ്പെടാൻ സാധിക്കുമോ? നേട്ടങ്ങൾ എണ്ണി ബഹുമാന്യനായ ഉദ്ഘാടകൻ ഇവിടെ പറയുകയുണ്ടായി. തുടർന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വികസനത്തിന്റെ അധ്യായം തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച കാര്യവും ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാസർഗോഡ് പ്രദേശത്ത് എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളാകട്ടെ, നാവൽ അക്കാദമി ആകട്ടെ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആകട്ടെ, അതുപോലെ CPCRI തുടങ്ങിയിട്ടുള്ള കേന്ദ്ര സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച നടപടി കൊണ്ടുവന്നിട്ടുള്ള മഹാസ്ഥാപനങ്ങളാണ്. ഇവിടെ കാണുന്ന നേട്ടങ്ങൾക്കെല്ലാം ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ കാസർകോട്ട് മുതൽ തിരുവനന്തപുരം നമ്മുടെ മുമ്പിൽ നമ്മുടെ അഭിമാനമായി നിൽക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും ഈ നാട് ഭരിച്ച സന്ദർഭത്തിലാണ്. ഇവിടെ വികസനത്തിന്റെ ഒരു പുതിയ ചരിത്രഗാഥ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാണ് ഇവിടെ വികസനത്തിന്റെ ആ യുഗം തുടങ്ങിയതെന്ന കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ശ്രീമാൻ R. ശങ്കർ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ രാജ്യത്ത് ജനങ്ങൾക്ക്, അതും പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് സാമൂഹ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള പെൻഷൻ പദ്ധതിക്ക്
തുടക്കക്കുറിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഉദ്ഘാടകൻ, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായ സമയത്താണ് ഇവിടെ സൗജന്യ റേഷൻ പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് മുഴുവൻ എത്തിച്ചു കൊടുത്തത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേനിയൊന്നും അവകാശപ്പെടാനില്ല. അഭിമാനത്തോടുകൂടി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വോട്ട് ചോദിക്കാൻ സാധ്യമല്ല. ഒരു സംസ്ഥാനത്ത് ജനതയുടെ ആശയാഭിലാഷങ്ങൾ തകർത്ത അവിടെ വികാരത്തെ മറികടന്നുകൊണ്ട് പോയിട്ടുള്ള ഭരണകൂടമാണ് 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ഭരണവുമായിട്ട് മുന്നോട്ട് പോയത്. ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവർ എന്താണ് പറയുന്നത്? പറയാനൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നു, ഈ രാജ്യത്ത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഏതാണ്? വിഷം ചീറ്റുന്ന വർഗീയതയുടെ മുദ്രാവാക്യമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് കാര്യം നമ്മൾ അനുസ്മരിക്കണം. എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം, അതിന്റെ നായകനായിട്ടുള്ള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ വർഗീയത തരാതരം വാരിപ്പണത്ത് കൊണ്ടുപോകുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ ദൃശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ദുരന്തം എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഈ രാജ്യത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും അനൈക്യവും ഉണ്ടാക്കാൻ വേണ്ടി, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. മറുഭാഗത്ത് ഈ നാട്ടിലെ ഭൂരിപക്ഷ വർഗീയതയെ അവർ പ്രീണിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കടന്നുപോയ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭാരതീയ ജനതാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്കുണ്ടായ കഥ ഈ നാട്ടിന് നന്നായിട്ട് അറിയാം. ആ ധാരണയുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ആശയപരമായ വ്യക്തതയോടുകൂടി സംസാരിക്കാൻ സാധിക്കാൻ ഇന്ന് ഒരവസരമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥമെന്ന് ഞാൻ പറയട്ടെ. അവർക്ക് ആശയപരമായ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്, അവർക്ക് അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് ആരുമായും കൂട്ടിയേർന്നുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുക എന്ന മുദ്രാവാക്യമായിട്ട് അവർ മുന്നോട്ട് വന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുദ്രാവാക്യം മുഴക്കി പോകുന്നു. ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി പോകുന്നു. ഇത് മുഴക്കുന്നത് ആരാണ്? വർഗീയതയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഈ രാജ്യത്തെ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് അത്തരം ലക്ഷ്യത്തിലേക്ക് അവർ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഇത് നാം തിരിച്ചറിയാതെ പോയാൽ ഈ രാജ്യത്ത് നാളെ ഉണ്ടാകാൻ പോകുന്നത് ആപൽക്കരമായ രാഷ്ട്രീയമായിരിക്കുമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാകെ ദുഃഖിതരാണ്. ലക്ഷോപലക്ഷം തൊഴിൽരഹിതരായ യുവക്കന്മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അഭ്യസ്ത വിദ്യർ, മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള യുവക്കന്മാർ അവരാകെ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഈ ഭരണകൂടം അവരെ വഞ്ചിച്ചിരിക്കുന്നു. അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാതെ അവരെല്ലാം തന്നെ പരീക്ഷ എഴുതിക്കൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷന്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം തേടിയിട്ട് പോലും അവർക്ക് ഉദ്യോഗ നിയമനം കിട്ടാതെ അവർ കാത്തിരിക്കുമ്പോൾ 10,000-കണക്കിൽ പുറംവാതിൽ നിയമനങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചെറുപ്പക്കാരുടെ വികാരത്തെ കോൺഗ്രസ് സംശീകരിക്കുന്നു, ആ വികാരത്തെ ഏറ്റുവാങ്ങുന്നു. KPCC അധ്യക്ഷനിൽ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നിവേദനങ്ങൾ ഏറിയ കുറവും റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നൽകിയിട്ടുള്ള നിവേദനങ്ങളാണ്. ആ നിവേദനങ്ങൾ അവർ ചൂണ്ടിച്ചിട്ടുള്ള പരിദേവനങ്ങളും ദുഃഖങ്ങളും അത് കേവലം അവിടെ മാത്രം ദുഃഖമല്ല, നമ്മുടെ കേരളീയ സമൂഹത്തിലെ ദുഃഖമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ യുവാക്കന്മാരുടെ ദീർഘ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കോൺഗ്രസും ഐക്യരാജ്യപത്യ കക്ഷിയും പ്രതിജ്ഞാബദ്ധമാണ്. അതുപോലെ കൃഷിക്കാരുടെ പ്രശ്നം ഗുരുതരമായ പ്രശ്നമാണ്. കൃഷിക്കാരുടെ പ്രശ്നം ആ കൃഷിക്കാരുടെ അനുഭാവം കാണിക്കാതെ ആ കൃഷിക്കാരെ ബ്രിട്ടീഷ് പോലീസ് പോലും കൈകാര്യം ചെയ്യാത്ത രൂപത്തിൽ ക്രൂരമായ രൂപത്തിലാണ് ഡൽഹിയിൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷോപലക്ഷം കൃഷിക്കാരാണ് മരം കോച്ചുന്ന തടുപ്പിൽ അവിടെ സമരരംഗത്തേക്ക് വന്നുകൊണ്ട് ഈ ഭരണകൂടത്തിലേക്കുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നു.
പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിൽ ഇവിടെ പാസാക്കിയ 3 കരിനിയമങ്ങൾ അത് കർഷകന്മാരുടെ താല്പര്യത്തിനെതിരാണ്. ആ കർഷകന്മാരുടെ താല്പര്യത്തിലായിട്ട് നിൽക്കുന്ന നടപടികൾ കോൺഗ്രസിന് ഐക്യജനാധിപത്യ കക്ഷിക്കും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരും ദുഃഖിതരാണ്. ആ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് പരിഹരിക്കാനുള്ള നടപടി ഈ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു കടലോര ഗ്രാമമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കടലോരത്തെ ലക്ഷക്കണക്കായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖം, വേദന, ദൈന്യത അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് സാധിച്ചോ? അതുപോലെ അസംഘടിത മേഖലയിലെ 10,000-കണക്കായ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അഗാധമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ രാജ്യം കടന്നു പോകുമ്പോൾ, നാട് കടന്നു പോകുമ്പോൾ അതൊന്നും CPM എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നമേ അല്ല. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ രാജ്യം വിഷമിച്ച് ഈ നാട്, ഈ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ആർഭാടവും അതുപോലെ ധൂർത്തുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ധൂർത്തുപുത്രന്മാരുടെ ഭരണം അവസാനിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. BJPയും CPM-ഉം ഇരട്ടപുത്രന്മാരാണ്. അവർ രണ്ടു കൂട്ടരും കൈകോർത്ത് പിടിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അത് പരാജയപ്പെടുത്തുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ തില്ലങ്കേരിയിൽ നടന്നിട്ടുള്ള ആ വോട്ട് കച്ചവടം പോലെ തന്നെ ഈ സംസ്ഥാനത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കച്ചവടം CPM-ഉം BJP-യും നടത്തപ്പെടും. ആ തില്ലങ്കേരി മോഡൽ ഈ സംസ്ഥാനത്ത് നിന്ന് എന്നേക്കും അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാം തന്നെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങളുടെ അഭ്യർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. ഐശ്വര്യ കേരളത്തിലേക്ക് നമ്മൾ കുതിക്കാൻ പോകുന്നു എന്നതിന്റെ നാന്ദിയായിക്കൊണ്ടാണ് ഇത്രയും വൻപിച്ച ഒരു ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാന്യരായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ പതാക കൈമാറിക്കൊണ്ട് ഈ മഹായാത്രയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. എല്ലാ ജില്ലകളിലും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഈ യാത്ര കടന്നുപോയാൽ അത് അനന്തപുരി എത്തുമ്പോൾ ഈ സംസ്ഥാനത്ത് വൻപിച്ച ചലനമുണ്ടാക്കാൻ സാധിക്കുന്ന, ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു യാത്രയായിട്ട് ഈ യാത്ര മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധി യാത്രകൾക്ക് തുടക്കം കുറിച്ചൊരു മണ്ണാണ് കാസർഗോഡ് മണ്ണ്, സപ്തഭാഷാ സംഗമഭൂമി. ഇന്നത്തെ ജാഥയുടെ നായകൻ ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളും കടന്നുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷതയിൽ യാത്ര നടത്തിയത് ഞാൻ ഓർക്കുന്നു. 1978 കാലത്ത് ഇതേ സപ്തഭാഷാ സങ്കരഭൂമിയിൽ വെച്ചാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ എന്റെ നേതൃത്വത്തിൽ എന്നോടൊപ്പം 52 ദിവസം സഹയാത്രികനായി അന്ന് കൂടെ ഉണ്ടായിരുന്ന ശ്രീമാൻ രാജ്ഭവൻ ഉണ്ണിത്താൻ MP ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. 58 ദിവസമാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടത്തിയത്. അത്തരം ചരിത്ര പ്രാധാന്യപ്പെട്ട മണ്ണാണ് ഈ മണ്ണ്. പ്രത്യേകിച്ച് കുമ്പള വെച്ച് സംസാരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുൻ സഹപ്രവർത്തകൻ 1984 കണ്ണൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഉരുക്കുകോട്ട തകർത്തുകൊണ്ട് ഞാൻ ലോക്സഭയിലെത്തിയപ്പോൾ എനിക്ക് കാസർഗോഡ് നിന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എന്റെ ആത്മസുഹൃത്ത് ശ്രീമാൻ I. രാമറായി. അദ്ദേഹം ഇന്നും നമ്മോടൊപ്പമില്ല. ജില്ലാ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മണ്ണാടി കുമ്പള എന്ന കാര്യം എനിക്കറിയാം. ആ പ്രിയങ്കരനായ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീമാൻ I. രാമറായി അവരുടെ പാവന സ്മരണക്കുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്ന് പുറപ്പെട്ട കോൺഗ്രസിന്റെ യാത്രകളെല്ലാം അത് വിജയകരമായ പരിസമാപ്തിയിൽ അത് എത്തെങ്കിൽ, ആ യാത്ര കടന്ന ശേഷം കേരളത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഈ യാത്ര മംഗളകരമായി പര്യവസാനിക്കുമ്പോൾ മാത്രമല്ല ഈ ഭരണത്തിനൊരു മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്റെ ജനമഹായാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് KPC അധ്യക്ഷനായി ഇവിടെ നിന്ന് എന്റെ പ്രയാണം തുടങ്ങുന്ന ദിവസം കാസർകോട്ട് പ്രബുദ്ധരായ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു കാര്യം പറയുകയുണ്ടായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2020 ആയിരിക്കുമെന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന്. വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതേ ശക്തിയോടുകൂടി, അതേ ഊർജത്തോടുകൂടി, അതേ ആത്മവിശ്വാസത്തോട് ഞാൻ പറയട്ടെ,
ഈ ഒരു യാത്ര കഴിഞ്ഞ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ നേടാൻ പോകുന്നത് സെഞ്ചുറി ആയിരിക്കും. 100 സീറ്റ് നേടിക്കൊണ്ട് നമ്മുടെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. മാറ്റം ആഗ്രഹിക്കുന്ന ജനത നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് 2 വാക്ക് പറയാതെ കടന്നു പോകുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം KSUവിലൂടെയാണ് വളർന്നു വന്നത്. അദ്ദേഹം KSUവിന്റെ സംസ്ഥാന അധ്യക്ഷരായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷരായിരുന്നു. അഖിലേന്ത്യാ NSCയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ച കാര്യം നമുക്കെല്ലാം തന്നെ അറിയാവുന്ന വസ്തുതയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലെ ഉന്നത സൗധങ്ങളിലേക്ക് നടന്നു കയറി പോകാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ അത് കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ച നേട്ടങ്ങളാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അതെല്ലാം തന്നെ അദ്ദേഹം നേടിയെടുത്തത് എന്ന് ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ആത്മവിശ്വാസം ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ പ്രകാശസ്മരിക്കുന്ന കണ്ണുകളിൽ ഞാൻ ദർശിക്കുന്നു. തീർച്ചയായിട്ടും ഈ യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ അദ്ദേഹം നടത്തിയ യാത്രകളൊക്കെ തന്നെ വിജയകരമായ പരിസമാപ്തിയിലെത്തിയത്, അതുപോലെയൊരു മഹായാത്രയായിട്ട് ഈ യാത്ര മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാട് ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സകല സമസ്യകൾക്കും നമുക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ഒരു പുതിയ കേരളം, ഐശ്വര്യസമ്പൂർണമായ ഒരു പുതിയ കേരളം, സംശുദ്ധമായ ഭരണം, കാര്യക്ഷമമായ ഒരു ഭരണം, ആ ഭരണം കാഴ്ചവെക്കാൻ കോൺഗ്രസിനും ഐക്യജനാധിപത്യ കക്ഷികൾക്കും സാധിക്കും. നിങ്ങളുടെ എല്ലാം തന്നെ സമ്പൂർണമായ സഹായസഹകരണം ഉണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചില കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ തന്നെ സംഭവിച്ചു എന്ന കാര്യം നമ്മളെ ഒക്കെ തന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും വർദ്ധിതമായ വീര്യത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് അണിനിർത്തിക്കൊണ്ട് ആ ജനങ്ങളുടെ വികാരത്തെ പരിപൂർണമായി സംശീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക, ഐക്യജനാധിപത്യ കക്ഷിയുടെ പ്രകടന പത്രിക അത് തയ്യാറാക്കാനുള്ള ഒരു യാത്ര കൂടിയിട്ടാണ് ഈ യാത്രയെ ഞാൻ നോക്കിക്കാണുന്നത്. എല്ലായിടത്തും ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ യാത്രയിൽ നിവേദനങ്ങൾ സ്വീകരിക്കുന്നു. കാണേണ്ട പരമാവധി ആളുകൾ കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ മാനിഫെസ്റ്റോയിൽ രേഖപ്പെടുത്താൻ വേണ്ടി ബഹുമാന്യനായ യാഥാ നായകരും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചൊരുക്കുന്ന സഹയാത്രികന്മാരും ഒക്കെ തന്നെ തയ്യാറായിട്ടുള്ളത്. ഇതൊരു വലിയ തുടക്കമാണ്. ഇന്ന് വരെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഓഫീസുകളിൽ വെച്ചാണ് അത്തരം പ്രകടന പത്രികൾക്ക് രൂപം കൊടുക്കാറുള്ളെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനങ്ങളുടെ ആശയാഭിലാഷം കൊണ്ട് ഒരു പ്രതിഫലനമായിട്ട് നമ്മുടെ ഈ മാനിഫെസ്റ്റോ മാറാൻ പോകുന്നു. അത്തരം ഒരു മാനിഫെസ്റ്റോ ഈ നാട്ടിന്റെ മാനിഫെസ്റ്റോ ആണ്. അത് കേരളത്തിന്റെ മാനിഫെസ്റ്റോ ആണ്. ആ പ്രകടന പത്രിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും മുന്നോട്ട് പോകുമ്പോൾ നല്ലവരെ, പ്രിയപ്പെട്ടവരെ, ഐക്യജനാധിപത്യ കക്ഷിയുടെ പ്രവർത്തകന്മാരൊപ്പം ഈ നാട്ടിൽ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഈ ജാഥയെ വിജയിപ്പിക്കണമേ, ഈ മാറ്റത്തിൽ പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഹ്രസ്വമായ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവർ നിങ്ങളോട് സംസാരിക്കും. Sitting on the dais, Owen Chandy, former Chief Minister of Kerala, our opposition leader, my young friend Ramesh Chanisala ji, PCC President Mullapalli Ramchandran ji, PJ Joseph ji, Dr. Parameshwara, Deputy CM of Karnataka,
PG Joseph, KP Majid Saab, Sudhakaran ji, MM Hassan ji, CP John Saab, D Devarajan ji, John Thomas ji, Raj Mohan ji, और my honorable friend, ladies and gentlemen, with your permission, because I could not speak the beautiful language Malayali, I will speak few words in English with your permission. First of all, I will not give long speech. I came here to just blessing and good wishes, best wishes to my UDF leaders, UDF Yatra, and all of you. Not only on my behalf, I came here on behalf of Congress President Srimati Sonia Gandhi ji, our young and dynamic leader Rahul Gandhi ji, just to say that entire Congress party, entire AICC is behind you. And I am sure today when this yatra will start, it is the beginning of the left front's black days. I think that when we will complete this yatra, the entire state's atmosphere will be changed. The Kerala people wants change in the government, change in the administration, because in the last 5 years, they almost fed up with the present government. Large number of scandal, corruption. People want to relieve from these things. So I am sure if people of Kerala wants a change of this government, I am sure that my leader, my UDF leader will fulfill their dreams, because they think that this government could not deliver goods. So it is the time that we all should unitedly work for the coming election, and we should take people into confidence. We have to reach every house and take their blessing. So with these words, I am sure the Ramesh Chantala, who is the leader of this yatra and also is the leader of the opposition in the assembly, is capable, and with the entire Congress party, our PCC president here, our former Chief Minister Oman Chandy ji here, we all, entire Congress party behind him and this yatra. So with these words, I again tell you that this yatra will successfully go, and what our aim is that
the Kerala political scenario should change. So I will not say much. Again, I hope this UDF Yatra will successful, and it will, in the coming years, in the coming days, the entire political atmosphere of this state will be changed. Thank you so much. Jai Hind. Kerala Congress Chairman Sri P.J. Joseph MLA. യോഗാധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യാഥ ക്യാപ്റ്റൻ ശ്രീ രമേശ് ചെന്നിത്തല, ഈ വലിയ ജാഥ ഉദ്ഘാടനം ചെയ്ത മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ താരിഖ് അൻവർ, ശ്രീ പരമേശ്വർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം സ്റ്റേജിലുണ്ട്. ശ്രീ സുധാകരൻ ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാർ, അവർക്കെല്ലാം അഭിവാദ്യങ്ങൾ. ഐശ്വര്യ കേരള യാത്ര. എന്താണ് ഇപ്പോൾ ഐശ്വര്യ ഇല്ലായ്മ എന്ന് ചോദിക്കാം. ഇവിടെ സംസാരിക്കുമ്പോൾ ശ്രീ കൃപലാലും കൃപേഷും ശരത്ലാലും അവരുടെ രക്തം പുരണ്ട ഒരു പ്രദേശമാണ്. അതിലെ കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള CBI അന്വേഷണത്തിന് തടയിടാൻ 2 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് മുടക്കിയത്. എന്നിട്ടിപ്പോ ക്ലോസ് ചെയ്തിരുന്ന സരിത വിഷയം CBIക്ക് വിടാൻ തീരുമാനിക്കുന്നു. 5 കൊല്ലം അന്വേഷിച്ചിട്ടും തെളിവ് കിട്ടാത്തൊരു കേസ് ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണം. എന്തൊരു പൊരുത്തക്കേടാണ്! ആ ചെറുപ്പക്കാരുടെ കൊലപാതകളെ കണ്ടെത്താനുള്ള CBI അന്വേഷണത്തിന് തടയിടാൻ 2 കോടി രൂപ ചെലവാക്കുന്നു. അടഞ്ഞ അധ്യായമായ സരിതയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ വിട്ടികളല്ല. ഈ ജാഥ നയിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഇരുന്ന് ഞാൻ കേട്ടതാ കാര്യങ്ങൾ. ഓരോ ഇഷ്യൂ നന്നായി പഠിച്ച് അവതരിപ്പിച്ച് ആദ്യം ആളുകൾ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉന്നയിച്ച എല്ലാ ആക്ഷേപങ്ങളും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ ലൈഫ് മെഷീൻ ഉൾപ്പെടെ എല്ലാ ആക്ഷേപങ്ങളും ശരിയായിട്ട് വന്നിരിക്കുന്നു. NIA ആണ് അന്വേഷിക്കാൻ പോകുന്നത്. എന്താ NIA? രാജ്യദ്രോഹ കുറ്റമാണ്. അത് നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തി, അതാണ് വിഷയം. എത്ര കടത്തിയെന്ന് നിശ്ചയമില്ല. ഒരു മന്ത്രി പുതിയൊരു മെത്തേഡ് കണ്ടുപിടിച്ചു, അതായത് ഖുറാൻ വഴി സ്വർണം കടത്താം, ഈന്തപ്പഴം വഴി സ്വർണം കടത്താം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പ്രധാന വിഷയം എങ്ങനെ തന്ത്രപൂർവ്വം സ്വർണം കടത്താം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മയക്കുമരുന്നിലൂടെ കോടികൾ തട്ടാം. ബാംഗ്ലൂർ കേന്ദ്രമാക്കി യുവജനങ്ങളെ മുഴുവൻ അപകടത്തിലാക്കുന്ന മയക്കുമരുന്നിന്റെ ബിസിനസ് എത്രയാണ്? 500 കോടി മുടക്കി 5000 കോടി കൊയ്യുന്ന ബിസിനസ് CPM സെക്രട്ടറിയുടെ മകൻ. എന്താ നിൽക്കുന്നത്? ഇതിനെതിരെ ശബ്ദിക്കണ്ടേ? ഈ വിഷയങ്ങളൊന്നും പഞ്ചായത്ത് ഇലക്ഷനിൽ പ്രസക്തമല്ലായിരുന്നു. പഞ്ചായത്തല്ലോ കൈകാര്യം ചെയ്യേണ്ടത്, നിയമസഭയാണ്. നിയമസഭയിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുവാൻ തയ്യാറായ രമേശ് ചെന്നിത്തല രംഗത്തുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ഈ കിറ്റിലെ സാധനങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതാണ്. പിന്നെ കിറ്റിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
ആ കിറ്റ് അതില് കിറ്റിന്റെ ആ കിറ്റ് ഉണ്ടാക്കിയ തുണിയിലും കമ്മീഷൻ. എന്ത് ചെയ്താലും ഒരു ചാണകമുരുട്ടി, ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്നറിയോ, അത് ആവർത്തിച്ച് പറയുന്നത് തെറ്റില്ല. നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം കൂടെ, എല്ലാവരുടെയും കൂടെ ഈ കരിവണ്ടിനൊരു സ്വഭാവമുണ്ട്. പകല് മുഴുവനും ഈ പൂക്കളിൽ തേൻ കുടിക്കും, രാത്രിയാകുമ്പോ ചാണകക്കുഴി ഇറങ്ങും. അത് എന്താണെന്ന് ചോദിച്ചാൽ, ചെന്താമരപ്പും തേൻ കുടിക്കണ വണ്ടേ കരിവണ്ടേ നീ ചാണകമുരുട്ടണതും ഞമ്മള് കണ്ടു. ഏത് എല്ലാ വികസനത്തിന്റെയും കൂടെ ചാണകം ഉരുട്ടുണ്ട്. അഴിമതി. ലൈഫ് മിഷന് വീട് വെക്കാനുള്ളതിനകത്ത് അഴിമതി, അവിടെ ചാണകം ഉരുട്ടും. ഈ ചാണകം ഉരുട്ടുന്നതാണ് മുഖ്യ പരിപാടി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, അതിനെതിരെ നടത്തുന്ന ധീരമായ ഈ പോരാട്ടം, ഈ ജൈത്രയാത്ര തിരുവനന്തപുരത്തെത്തുമ്പോ ഈ ഗവൺമെന്റിന്റെ അന്ത്യം കുറിച്ചിരിക്കുന്നത് LDF സർക്കാരിന്റെ ജനങ്ങൾ മനസ്സിലാക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ, അഴിമതിക്കെതിരെ, വികസന മുരടിപ്പിനെതിരെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ കാര്യം, ഇടുക്കി പാക്കേജ്, കുട്ടനാട് പാക്കേജ്, വയനാട് പാക്കേജ്. പാക്കേജ് എന്നുള്ള വാക്കല്ലാണ്ട് ഒന്നുമില്ല. ഒരു രൂപയും ചെലവാക്കുന്നില്ല. ആ മലബാർ പാക്കേജും ചോദിച്ചാൽ പറയും ഞങ്ങൾ പറഞ്ഞു എന്നുള്ള ശരിയാ. ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പാലായിലൊരു കാരണവര് പെണ്ണിനെ കെട്ടിക്കാൻ നേരത്ത് പറഞ്ഞു 10 ലക്ഷം രൂപയും 100 പവന്റെ ആഭരണവും. ഈ വരന്റെ ആള് ചെന്നപ്പോ പറയാം, അന്ന് പറഞ്ഞു ഈ പറഞ്ഞതല്ലാണ്ട് ഒരു പൈസയും തരികയില്ല. അപ്പൊ ഈ പാക്കേജ് എന്ന് പറയുന്നതല്ലാണ്ട് ഒരു പൈസയും തരികയെന്നാണ് നമ്മുടെ തോമസ് ഐസക് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ, ഈ പറ്റിപ്പിനെതിരെ ജനങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയെ നമുക്ക് ഇടുക്കിയിലെ ജനസമ്പർക്ക പരിപാടിയാണ്. രാവിലെ മുതൽ ഒറ്റ നിപ്പാണ്. കുറെ കഴിയുമ്പോൾ ഞാൻ മടുത്തുപോയി, എന്നെയും കുറെ ഏൽപ്പിച്ചു. കുറിച്ചു കൊടുക്കുന്ന ആള് ക്യൂവാ. ഒരു 2 മണിക്കൂർ എന്നെ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി അത് അപകടമാണ്. എല്ലാവർക്കും 10,000 രൂപ 15,000 രൂപ ഒരാഴ്ചക്കുള്ളിൽ പൈസ കിട്ടുക. ചുമ്മാതല്ല, ഡോക്ടർമാർ പരിശോധിച്ചിട്ടാണ്. അത്തരത്തിൽ ഒരു ജനസമ്പർക്ക പരിപാടി ഒരു മുഖ്യമന്ത്രി ഇതുപോലെ നടത്തിയത് ചരിത്രമായി അന്താരാഷ്ട്ര ഏജൻസിയുടെ അവാർഡ് മേടി. ആ ഉമ്മൻചാണ്ടിയെ കരിവാരി തേക്കാനുള്ള ശ്രമമുണ്ട്. വിലപ്പോകില്ല, ജനങ്ങളെ തള്ളിക്കളയും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ജാഥ, കർഷകർക്ക് വേണ്ട ജാഥ, ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ തില്ലങ്കരിയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ചു. ഞാൻ വോട്ടെല്ലാം അറിയാം. BJPക്ക് 300-400 വോട്ട് കിട്ടിയ ബൂത്തുകളിൽ 40-50 വോട്ടാണ്. ആ വോട്ട് എവിടെ പോയി? BJPയുടെ വോട്ട് എവിടെ പോയി? ഇടതുപക്ഷത്തിന് പോയി. ഈ വലിയ ഒരു നമ്മളറിയാത്ത ഒരു ബാന്ധവം ഉണ്ടായി വരുന്നു BJPയും LDFും തമ്മിൽ. അതിനെ ജാഗരൂകരായിരിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കേണ്ടിയിരിക്കുന്നു. രമേശ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം രമേശ് വിവരിച്ചോളൂ. ഞങ്ങൾ പറയാൻ പോകുന്ന വെറും വാക്കല്ല. ന്യായ പദ്ധതി എന്ന് പറയുന്ന ഒരു മാസം 6,000 രൂപ. ഞങ്ങൾ പറഞ്ഞു ആദ്യം 5,000 രൂപ ഒരു മാസം കൊടുക്കും. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും, ഈ രാജ്യത്ത് എല്ലാവർക്കും പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ 60 വയസ്സ് വരെ അധ്വാനിച്ച സാധാരണക്കാർക്ക്, ഏറ്റവും പാവപ്പെട്ടവർക്ക്, കർഷകർക്ക് എല്ലാം പ്രതിമാസം 5,000 രൂപ. അതിനപ്പുറത്തേക്ക് കിടന്ന് 6,000 രൂപയാക്കാൻ പോവുക ന്യായ പദ്ധതി. അത് നടപ്പാക്കുന്ന കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. ഒരിക്കൽ പറഞ്ഞതാണ്,
ഈ വിദ്യാർത്ഥികളുടെ വായ്പ ശ്രീ രമേശ് അത് അതിലേക്ക് കിടക്കുന്നില്ല. വെറുതെ വായ്പ കൊടുത്താൽ പോരാ, ജോലി കിട്ടിയതിന് ശേഷമേ തിരിച്ചടവുണ്ടാവൂ. ഇതാണ് നമ്മുടെ. പിന്നെ പാവപ്പെട്ടവർക്കെല്ലാം ഫ്രീ ചികിത്സ കൊടുക്കണം, ആരോഗ്യ ഇൻഷുറൻസ്. ഇവര് കളിപ്പിച്ചു. KM മാണിയുടെ നല്ല പരിപാടി ഉണ്ടായിരുന്നു, കാരുണ്യ പദ്ധതി ഇല്ലാതാക്കി. UDF വന്നാൽ കാരുണ്യ പദ്ധതി വെള്ളം ചേർക്കാതെ നടപ്പാക്കും. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ശ്രീ രമേശ് സംസാരിച്ചുകൊള്ളട്ടെ. കാരണം ഇപ്പൊ ഒരു റബ്ബറിന് 160 രൂപയുള്ള പറയാ 170 കൊടുത്തേക്കാവുന്നു. 10 രൂപ ആരും അതിന് പറയാൻ പോകില്ല. 80 രൂപ ഉള്ളപ്പോഴാണ് UDF ഗവൺമെന്റ് 150 പ്രഖ്യാപിച്ചത്. രമേശ് വരുന്നു, ഈ ധർമ്മക്കാർ യാചകർ പോലും 10 രൂപ മേടിക്കാൻ ഇപ്പൊ മടിയാ. എന്റെ കൂടെയാണ് റബ്ബർ കർഷകർക്ക് 10 രൂപ. അതുപോലെ നാളികേര കർഷകർക്ക് 38 രൂപ വിലയുള്ളപ്പോ 32 രൂപ. എവിടെ സംഭരണം നടക്കും? നമ്മൾ പറയുന്നു 40-ലേറെ രൂപയായിരിക്കണം. ഇത് ഞങ്ങൾ പറഞ്ഞ നടപ്പാക്കും, ഒരു സംശയം വേണ്ട. നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പ്രഗത്ഭനായ ഉമ്മൻചാണ്ടി, പ്രഗത്ഭനായ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ കുഞ്ഞാലിക്കുട്ടി, മറ്റു പാർട്ടികൾ. ഞങ്ങളുടെ കൂടെ ഒരു വിഭാഗം പോയിട്ടുണ്ട്. പക്ഷെ അടുത്ത ഇലക്ഷൻ ഒരു വട്ടപ്പൂഞ്ചുമായിരിക്കും. അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്, ജനാധിപത്യ ചേരിക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ മുല്ലപ്പള്ളി പറഞ്ഞ ഒരു വാക്ക്, സെഞ്ചുറി അടിക്കും, UDF സെഞ്ചുറി അടിക്കും. നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ ഒരു മൊബൈൽ കളഞ്ഞുപോയി. കിട്ടുന്നവരാരെങ്കിലും ഇവിടെ എത്തിക്കണം. ഈ സമ്മേളനത്തിൽ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളായ ശ്രീമതി ഷബീന, സ്പോർട്സ് പേഴ്സൺ ഷമാ മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അനൂപ് ജേക്കബ് MLA സംസാരിക്കും. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ സ്നേഹിതരെ, ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഞങ്ങളെല്ലാവരും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനായി കാത്തിരിക്കുകയാണ്. സ്നേഹിതരെ, ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര അത് ഈ നാടിനു വേണ്ടിയുള്ള യാത്രയാണ്. ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണ് ഈ സംശുദ്ധമായ സദ്ഭരണത്തിനു വേണ്ടിയുള്ള, ഐശ്വര്യത്തിനു വേണ്ടിയുള്ള ഈ കേരള യാത്ര ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ യാത്രയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഈ യാത്രയുടെ നായകൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ സംസാരിക്കും. യോഗത്തിന്റെ അധ്യക്ഷൻ, സമാദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഈ ജാഥ 10,000ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും AICCയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർജി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ KC ജോസഫ് MLA, കാസർഗോഡിന്റെ ജനപ്രിയനായ പാർലമെന്റ് അംഗം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രിയപ്പെട്ട ഇവിടെ സംസാരിച്ചിട്ട് പോയ കേരള മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരള കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ശ്രീ PJ ജോസഫ്, AICCയുടെ സെക്രട്ടറിമാരായ ഐവാൻ ഡിസൂസ, PV മോഹൻ, UDFന്റെ കൺവീനർ ശ്രീ MM ഹസൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും
എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ MP, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ശബരിനാഥൻ MLA, ഈ ജാഥയുടെ കോർഡിനേറ്റർ ശ്രീ VD സതീശൻ MLA, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതിക സുഭാഷ്, മറ്റ് ദേശീയ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ കുമ്പള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ അധ്യായം രചിച്ചിട്ടുള്ള ഉത്തര കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ദേവപ്പ ആൽവ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കർമ്മരംഗമായിരുന്നു ഇത്. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് കുമ്പള ഗാന്ധി എന്ന പേരിലായിരുന്നു. ആ ധീരനും വീരനുമായ കുമ്പള ഗാന്ധി എന്ന ദേവപ്പ ആൽവയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ശിരസ് നമിക്കുകയാണ്. ഉത്തര കേരളം സ്വാതന്ത്ര്യ സമരത്തിൽ എഴുതി ചേർത്ത വീര ഇതിഹാസങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നാം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഈ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധീരന്മാരായ നമ്മുടെ മുൻഗാമികൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ഞാനിവിടെ ഉയർത്തിപ്പിടിക്കുന്നു. അനീതിക്കും അക്രമത്തിനും തെറ്റുകൾക്കുമെതിരെയുള്ള പോരാട്ടമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് നടത്തിയത്. ആ തെറ്റുകൾക്കെതിരെയുള്ള പോരാട്ടം നമ്മുടെ രാജ്യത്ത് തുടരുകയാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. ഇന്ന് രാജ്യം ഏറ്റവും വലിയൊരു വെല്ലുവിളിയെ നേരിടുന്നു. നമ്മൾ ഈ കുമ്പളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ മരം കോച്ചുന്ന മഞ്ഞത്ത് 10,000-കണക്കിന് കർഷകൻ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ധീരമായ ഒരു പോരാട്ടം നടത്തുന്നു. കള്ള കേസുകൾ ചുമത്തി, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട്, വഴികൾ മുഴുവൻ അടച്ചുകൊണ്ട് ബന്ദികളെ പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJPയുടെ ഭരണകൂടത്തിനെതിരെയുള്ള അതിശക്തമായ വികാരം, പ്രതിഷേധം ഞാനിവിടെ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആ മരം കോച്ചുന്ന മഞ്ഞത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ പൊരുതുന്ന കർഷകർക്ക് ഐശ്വര്യ കേരള യാത്രയുടെ അഭിവാദ്യങ്ങൾ നേടാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. നരേന്ദ്രമോദിയും BJPയും രാജ്യത്തെ കൂടുതൽ തകർത്തുകൊണ്ടിരിക്കുന്നു. വർഗീയത ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാടിന്റെ ദൗർഭാഗ്യമാണ് ഒരേകാധിപതിയുടെ കരങ്ങളിൽ കിട്ടിയ ഈ ഭരണകൂടം. നരേന്ദ്രമോദിയുടെ ഭരണം നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷിതത്വം തന്നെ ഇല്ലാതാകുന്നു. ആ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഐശ്വര്യ കേരള യാത്ര എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ആരെയും വകവെക്കാത്ത, ജനാധിപത്യ മൂല്യങ്ങൾക്ക് മാന്യത കൽപ്പിക്കാത്ത, ജനങ്ങളുടെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകാത്ത, എന്റെ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ നിന്ന് ഭാരതത്തെ രക്ഷിക്കാൻ ഒരേ ഒരു നേതാവിനെ കഴിയൂ. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് സത്യം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മതേതര ശക്തികളുടെ ഐക്യനിര രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആരും എതിർക്കാനില്ലാത്ത സന്ദർഭത്തിലും നെഞ്ചുയർത്തിപ്പിടിച്ചുകൊണ്ട്, ശിരസുയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ഒരു യാത്ര കൂടിയാണ് ഈ ഐശ്വര്യ കേരള യാത്ര എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഐശ്വര്യമുള്ള കേരളമാണ്. സംശുദ്ധം, സൽഭരണം,
അതാണ് അടുത്ത 5 വർഷം UDF ഗവൺമെന്റിനെ കൊണ്ട് നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. തകർന്നുപോയ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും പുരോഗതിയും ഐശ്വര്യവും എത്തിക്കാനുള്ള ദൃഢപ്രതിജ്ഞയാണ് ഈ യാത്രയിലൂടെ നമ്മൾ ഉയർത്തിക്കാണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല യാത്ര നടത്തുന്നത്. 1980-ൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ KSU പ്രസിഡന്റ് അഭിജിത്ത് ഇവിടെയുണ്ട്. ഞാൻ 80-ൽ അന്ന് ജാഥ നടത്തിയത് ഈ കുമ്പളയിൽ നിന്നാണ് ആരംഭിച്ചത്. 1988-ൽ ചരിത്രത്തിൽ എന്നും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള 41 ദിവസക്കാലത്തെ കേരള മാർച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഞാൻ ഓർക്കുന്നു. 2005-ൽ KPCC പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ നടത്തിയ ചൈതന്യ യാത്ര ഞാൻ ഓർക്കുന്നു. അതുപോലെ 2009-ൽ കേരള KPCC പ്രസിഡന്റായ കേരള രക്ഷാ മാർച്ച് ഞാൻ ഓർക്കുന്നു. 2013-ൽ KPCC പ്രസിഡന്റായി നടത്തിയ കേരള വികസന യാത്ര ഞാൻ ഓർക്കുന്നു. 2014 നവംബർ 17-ന് ആരംഭിച്ച പ്രതിപക്ഷ നേതാവിനുള്ള നിലയിൽ നടത്തിയ പടയൊരുക്കം പരിപാടി യാത്ര ഞാൻ ഓർക്കുന്നു. ഇത് 7ാമത്തെ യാത്രയാണ്. ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇതൊരു പുതിയ പ്രഭാതത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇതൊരു പുതിയ പ്രഭാതം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. 5 വർഷക്കാലം കേരളം ഇവരുടെ ഭരണം കണ്ട് മടുത്തിരിക്കുന്നു. ഇനിയും പിണറായി വിജയൻ ഒരു 2ാം ഊഴം നൽകാൻ കേരള സമൂഹം തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സന്ദർഭമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 5 വർഷം കൊണ്ട് ഇവരെന്ത് ചെയ്തു? ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യമായ ഭരണം കാഴ്ചവെച്ച ഒന്നായിരുന്നു 5 വർഷത്തെ പിണറായി വിജയന്റെ സർക്കാർ. ചരിത്രത്തിലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾ കേരളത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നു. ആ കേരള ജനതയുടെ മുന്നിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഐശ്വര്യപൂർണമായൊരു കേരളം ഞങ്ങൾ നിർമ്മിക്കും എന്നുള്ളതാണ്. UDF മുന്നോട്ട് വെക്കുന്നത് പുരോഗതിയും വളർച്ചയും അതോടൊപ്പം സംതൃപ്തിയുമുള്ള ഒരു കേരളത്തിന്റെ നിർമ്മാണമാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന ജനകീയ സർക്കാരല്ല. ഇന്ന് കേരളം ഭരിക്കുന്നത് അധോലോക സർക്കാരാണ്. ഈ സർക്കാർ ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്തു? കേരള ജനതയെ വഞ്ചിച്ച ഒരു ഗവൺമെന്റ് അല്ലേ ഇത്? സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പ്രവർത്തനം, മയക്കുമരുന്നുകൾ കച്ചവടത്തിലൂടെ നടത്തുന്ന പ്രവർത്തനം, ഡോളർ കടത്തിലൂടെ നടത്തിയ കൊള്ളകൾ, കൺസൾട്ടൻസികളുടെ പേരിൽ നടത്തിയ കോടികളുടെ വെട്ടിപ്പ്, ഇതെല്ലാമല്ലേ 5 വർഷക്കാലം നമ്മൾ കണ്ടത്? അധോലോക കൊള്ളസംഘങ്ങൾ പോലും ഇവരുടെ അടുത്ത് വരില്ല. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ ഇവരെ കണ്ടാൽ നമിക്കും. കൊള്ളസംഘത്തിന്റെ കോട്ട പോലെയാണ് ഭരണത്തലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഈ ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാനാവാത്ത പിണറായി വിജയന്റെ ഓഫീസിൽ ഈ എങ്ങനെ സ്വൈര്യവിഹാരം നടത്തി? അവരെങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകി? എങ്ങനെ അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി? സാധാരണക്കാർക്ക് മാത്രമല്ല, മന്ത്രിമാർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ഇരുമ്പ് കോട്ടയ്ക്കുള്ളിലേക്ക് എങ്ങനെയാണ് യഥേഷ്ടം സ്വപ്ന സുരേഷിനെ പോലെയുള്ള ആളുകൾ കടന്നു ചെന്നത്? ഇവിടെ SSLC പോലും പാസ്സാകാത്ത സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായത്തോടുകൂടി സ്പേസ് പാർക്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ അന്താരാഷ്ട്ര സമ്മേളനം വിളിച്ചുകൂട്ടാൻ കഴിയത്തക്ക നിലയിൽ ഉന്നതമായി ജോലി കരസ്ഥമാക്കിയത് എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ചേർന്ന്
കൊള്ളക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ആ കറുത്ത അധ്യായം നമുക്ക് മറക്കാറായിട്ടില്ല. മന്ത്രിസഭ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ, ആ പാർട്ടി അറിയാതെ സ്പ്ലിങ്കർ പോലെയുള്ള കരാറുകൾ എങ്ങനെ ഒപ്പിട്ടു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കോവിഡിന്റെ മറവിൽ നടന്ന അഴിമതികൾ ഓരോന്നും നമ്മുടെ പുറത്തു കൊണ്ടുവന്നു. ആ അഴിമതികൾ ഒന്നുപോലും നിഷേധിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഗവൺമെന്റാണ് പിണറായി വിജയൻ സർക്കാർ. അഴിമതി ശാസ്ത്രീയമായി നടത്തുന്ന ഒരു ഗവൺമെന്റാണ്. എല്ലാ തട്ടിപ്പുകളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു എന്നുള്ളതാണ് സത്യം. പമ്പ മണൽക്കടത്ത് പോലെ, ബെപ്കോ പോലെ, ഈ മൊബിലിറ്റി പോലെ, കെ ഫോണിനെ പോലെ, കെ റെയിൽ പോലെയുള്ള തട്ടിപ്പ് പദ്ധതികൾ നടത്തി കോടികളുടെ കമ്മീഷൻ വാങ്ങിയ ആ കറുത്ത അധ്യായങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്കറിയാം, സ്വന്തമായ ഒരു പദ്ധതി പോലും കേരളത്തിലെ LDF ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിയോ? ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കിയത് വിജയമാണെന്ന് ഉദ്ഘോഷിക്കുന്നു. എത്രയോ വർഷങ്ങളായി ഗെയിൽ പൈപ്പ് ലൈനിന്റെ പ്രവർത്തനം നടക്കുന്നു. ആരാണ് ആ പദ്ധതിയെ തടസ്സപ്പെടുത്തിയത്? ആ പദ്ധതിയെ തടസ്സപ്പെടുത്തിയത് ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയെ തടസ്സപ്പെടുത്തിയത് CPM-കാരായിരുന്നു. ഇവിടെ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ CPM-ന്റെ തടസ്സം മാറി, പദ്ധതി നടപ്പാകുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് പൂർത്തീകരിക്കാമായിരുന്നു. നിങ്ങൾ സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ നാഷണൽ ഹൈവേ നിങ്ങൾ സമരം ചെയ്തത് കൊണ്ടല്ലേ മുടങ്ങിയത്? ഓരോ വികസന പദ്ധതിയും തുരങ്കം വെച്ചത് നിങ്ങളല്ലേ? കൊച്ചി മെട്രോ ആരംഭിച്ചത് UDF, പണി പൂർത്തിയാക്കിയത് UDF. കണ്ണൂർ വിമാനത്താവളത്തിന് പണി ആരംഭിച്ചത് UDF, തീർത്തത് UDF. ഇപ്പോൾ കൊട്ടും കുരവിയുമായി 2 മേൽപ്പാലങ്ങൾ, നിങ്ങൾ 245 പാലങ്ങൾ 5 വർഷത്തിനകം UDF ഗവൺമെന്റിന് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് 2 പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കൊട്ടും കുരവിയുമായി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങൾ നോക്കുന്നത്. ഇവിടെ ആലപ്പുഴയുടെ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ് KC വേണുഗോപാൽ MPയും പീതാംബരക്കുറുപ്പ് MPയും മുൻകൈയെടുത്ത് അന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായിരുന്ന കമൽനാഥിനെ കൊണ്ട് 50-50-50 കേന്ദ്രം 50 സംസ്ഥാനം എന്ന നിലയിൽ പണം ചെലവഴിച്ചുകൊണ്ട് നടപ്പാക്കിയ പദ്ധതി നിങ്ങൾ ചെയ്തത് 5 വർഷം താമസിപ്പിച്ചു എന്നത് മാത്രമാണ്. നിങ്ങൾ സ്വന്തമായി ഏതെങ്കിലും ഒരു പദ്ധതി ആരംഭിച്ചോ? വിഴിഞ്ഞം പദ്ധതി ആരംഭിച്ചത് UDF, പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇനിയും കാൽഭാഗം പോലും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കാസർകോട്ടെ മെഡിക്കൽ കോളേജ് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി. 5 വർഷമായല്ലോ. ആ മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്ത് വികസനമാണ് ഇവിടെ? ഇത്തവണത്തെ ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ 100 രൂപയാണ് തോന്നുന്നു വെച്ചിരിക്കുന്നത്. ഇതാണോ വികസനം? തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ തീവണ്ടി പാതയെ പറ്റി പറയുന്നു. കേന്ദ്രം പറഞ്ഞ പദ്ധതി വേണ്ട എന്ന്. എന്നിട്ട് നിങ്ങൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. വയനാട് ചുരത്തിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള പാത, അതിന് പാരിസ്ഥിതിക അനുമതിക്ക് ഒരു കടലാസ് പോലും കൊടുക്കാതെ തറക്കല്ലിടാൻ മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ഇവിടെ ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? കേരളത്തിലെ UDF ഗവൺമെന്റ് 4,43,449 വീടുകൾ 5 വർഷം കൊണ്ട് നിർമ്മിച്ചു നൽകി. നിങ്ങൾ 2 ലക്ഷം വീട് നിർമ്മിച്ചു നൽകി. അതിൽ തന്നെ 50,000 വീട് ഞങ്ങളുടെ കാലത്ത് നടത്തതാണ്. എന്നിട്ടാണ് വലിയ വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ VS ഗവൺമെന്റ് കൊടുത്ത 14 ലക്ഷം പേർക്കായിരുന്നെങ്കിൽ UDF ഗവൺമെന്റ് അത് 34 ലക്ഷം പേർക്ക് 5 വർഷം കൊണ്ട് കൊടുത്തത് നിങ്ങൾ മറന്നുപോയില്ലേ?
ഞങ്ങൾ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നു. ഇതെല്ലാ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് വർദ്ധിപ്പിക്കുക. വാഗ്ദാനങ്ങളുടെ ഘോഷയാത്രയുടെ പി ജെ ജോസഫ് പറഞ്ഞു. എത്രയോ പാക്കേജുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു. 3000 കോടിയുടെ തീരദേശ പാക്കേജ്, 5000 കോടിയുടെ ഇടുക്കി പാക്കേജ്, 2000 കോടിയുടെ വയനാട് പാക്കേജ്, 20,000 കോടിയുടെ കോവിഡ് പാക്കേജ്. ഏതെങ്കിലും ഒരു പാക്കേജ് നടപ്പാക്കിയോ? ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റിനെ തലനാരിഴ കയറി പരിശോധിച്ച വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഏതെങ്കിലും ഒരു പാക്കേജിന്റെ ഒരു 10% നടപ്പാക്കിയിട്ടാണ് അടുത്ത പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കാമായിരുന്നുവെന്ന്. വ്യവസായ വികസനത്തിന്റെ കാര്യത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 21ാമതായിരുന്നു. 5 വർഷം ഭരിച്ചപ്പോൾ അത് 28ാമതായി. നമ്മുടെ സ്ഥാനം പുറകോട്ട് പോകുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു 27 വിദേശ രാജ്യങ്ങളിൽ ചുറ്റിയടിച്ചു. മുഖ്യമന്ത്രി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വ്യവസായങ്ങൾ വരുമെന്ന് പറഞ്ഞു. ജപ്പാനിൽ 200 കോടി, 1 രൂപ വന്നില്ല. തോഷിബയുമായി കരാറൊപ്പിട്ടെന്ന് പറഞ്ഞു, 1 രൂപയും വന്നില്ല. കൊച്ചിയിൽ നടന്ന അസന്റ് 1 ലക്ഷം കോടിയുടെ വികസനം വ്യവസായ രംഗത്ത് വരുമെന്ന് പറഞ്ഞു, 1 രൂപയുടെ വന്നില്ല. ഇതാണോ കേരളത്തിന് നൽകിയ സംഭാവന? പ്രളയം വന്നു, പ്രളയ ഫണ്ട് മോട്ടിച്ചു. പാർട്ടി സഖാക്കന്മാർ പ്രളയ ഫണ്ട് കൈയിട്ട് വാരി. എവിടെ പോയി പുതിയ കേരളം നിർമ്മിക്കാൻ ഇറങ്ങിയവർ? ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച ഒരു കാലഘട്ടം ഉണ്ടാകില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണ്. 35 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ഈ മണ്ണ്, കൃപേഷിനെ പോലെ, ശരത്ലാലിനെ പോലെ, ഷുഹൈബിനെ പോലെ, ഷുക്കൂറിനെ പോലെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ജീവരക്തം വീണ മണ്ണിലൂടെയാണ് ഇന്ന് UDFന്റെ യാത്ര മുന്നോട്ട് പോകുന്നത്. 35 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 4 ലോക്കപ്പ് കൊലപാതകങ്ങൾ, 7 മാവോയിസ്റ്റുകളെ പച്ചജീവനോട് വെടിവെച്ചു കൊന്ന സംഭവങ്ങൾ, ഇതെല്ലാം ഈ ഗവൺമെന്റ് കാലത്ത് നടന്നതാണ്. മാർക്സിസ്റ്റുകാരല്ലാത്ത ഒരാൾക്കും നീതി കിട്ടാത്ത 5 വർഷം നമ്മുടെ ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരും തലപൊട്ടി ലോക്കപ്പിൽ കിടന്ന് ജയിലുകളിൽ കിടന്ന കാലഘട്ടം. യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ, യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാർ പടയണി തീർത്തുകൊണ്ട് ഈ സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ, അതൊന്നും ഒരു ദിവസം കൊണ്ട് മറക്കാൻ കഴിയുന്നതല്ല. പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ഭരണം കേരളത്തിന് ഒരിക്കലും ഇനിയും താങ്ങാൻ കഴിയില്ല. ഈ നാട്ടിൻ തോലഞ്ഞ ചെന്നായ്ക്കളെ പോലെ നാട്ടിലുടനീളം നടന്ന് വർഗീയത പറയുന്ന ഒരു ഭരണകൂടത്തെയും ഭരണകൂടത്തിന്റെ വ്യക്താക്കളെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം മതേതരത്വത്തിന് പേരുകേട്ട നാടാണ്. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഈ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ബോധപൂർവം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നു, മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിലടിപ്പിക്കുന്നു. എന്തിനാണ് ഇത്രയും വലിയ മുസ്ലിം വിരോധം
വിജയരാഘവൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇത്ര മുസ്ലിം വിരോധം, മുസ്ലിം ലീഗിനോടുള്ള വിരോധം എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിച്ച കുടുംബമാണ് പാണക്കാട് തങ്ങന്മാരുടെ കുടുംബം. ഈ നാട്ടിൽ ഒരു തുള്ളി രക്തം പോലും, മനുഷ്യന്റെ ഒരു തുള്ളി രക്തം പോലും വീഴാതിരിക്കാൻ പ്രയത്നിക്കുന്ന ഒരു കുടുംബമാണ്. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ മതങ്ങൾ തമ്മിൽ പോരാടാതിരുന്നത് മഹാനായ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ വെച്ചുകൊടുക്കുകയും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വെച്ചുകൊടുക്കുകയും ചെയ്ത, അതിന് സ്ഥലം കൊടുക്കുകയും ചെയ്ത മഹനീയമായ പാരമ്പര്യമുള്ള മുസ്ലിം സഹോദരന്മാരെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഈ നീക്കങ്ങൾ കേരളത്തിന് ആപത്താണ്. മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുന്നു, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നു. മുസ്ലിം മതവിഭാഗങ്ങളും ക്രൈസ്തവ മതവിഭാഗങ്ങളും തമ്മിൽ വലിയ തോതിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന നടപടിയാണോ? പാർട്ടി സെക്രട്ടറിക്ക് ചേർന്ന നടപടിയാണോ? പണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്നു പാർട്ടി സെക്രട്ടറിമാരാകുന്നത്. മൂക്കാതെ പഴുത്താൽ ഇങ്ങനെയായിരിക്കും അനുഭവം എന്നുള്ളത് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ വർഗീയതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. മതേതരത്വം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണിത്. ഈ പോരാട്ടത്തിൽ കേരള ജനത UDF-നോടൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഗാന്ധിജിയും നെഹ്റുവും ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെ മഹത്തായ സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒരു സംശയവും ആർക്കും വേണ്ട. അടുത്ത ഗവൺമെന്റ് 2021 അടുത്ത തിരുവനന്തപുരത്ത് ഗവർണറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് UDF ഗവൺമെന്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എല്ലാവിധ കള്ളത്തരങ്ങളെയും വർഗീയതകളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ മാറ്റൊലി ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ UDF അതിശക്തമായ തിരിച്ചുവരവ് നടത്താൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കാഹളധ്വനിയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഐശ്വര്യ കേരളം യാത്ര മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. പുതിയൊരു മാനിഫെസ്റ്റോ ഇവിടെ KPCCയുടെ സമാദരണീയനായ അധ്യക്ഷൻ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്നും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ മാനിഫെസ്റ്റോ ആയിരിക്കും UDF-ന്റെ മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് നൽകണം. ശ്രീ PJ ജോസഫും കുഞ്ഞാലിക്കുട്ടി ഇവിടെ പറഞ്ഞതുപോലെ ഈ മാനിഫെസ്റ്റോയിലൂടെ ചില കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് പറയുന്നു. ആ മാനിഫെസ്റ്റോ ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന മാനിഫെസ്റ്റോ ആയിരിക്കും. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കൾക്കും ആശ്വാസം നൽകുന്ന മാനിഫെസ്റ്റോ ആയിരിക്കും. ന്യായ പദ്ധതി നടപ്പാക്കും. രാഹുൽ ഗാന്ധി എന്ന പ്രിയങ്കരനായ നമ്മുടെ നേതാവ് പ്രഖ്യാപിച്ച ന്യായ പദ്ധതി ഇപ്പോൾ ആകെ നടപ്പാക്കുന്ന ഛത്തീസ്ഗഡിലാണ്. അതേ പാതയിൽ ഘട്ടം ഘട്ടമായി കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഓരോ കുടുംബത്തിനും 6000 രൂപ അവരുടെ കൈകളിൽ എത്തിക്കാനുള്ള പരിശ്രമമായിട്ടാണ് ഈ ന്യായ പദ്ധതി. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നീട് പുറത്തു വരും. മോർ ഗവൺമെന്റ്, ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ഭരണകൂടം മുന്നോട്ട് വരുന്ന ഒരവസ്ഥയായിരിക്കും UDF വിഭാവനം ചെയ്യുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇന്ന് ഏറ്റവും വലിയ അവഗണനയുണ്ടായ ഒരു കാലഘട്ടമാണ്. PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നവർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു. അവർക്ക് ജോലി കിട്ടുന്ന അവസരം ഞങ്ങൾ ഉണ്ടാക്കും. റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കും. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ, അവന്റെ കുടുംബങ്ങളിൽ വെളിച്ചമുണ്ടാക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയായിരിക്കും UDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. സംശുദ്ധം, സൽഭരണം, കൂടുതൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ ഓഡിറ്റിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള
ഭരണക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇവിടെ ഒരു കാര്യം ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചു, ശബരിമലയെ പറ്റി. കോടിക്കണക്കിന് ശബരിമലയിലെ ഭക്തജനങ്ങളുടെ വികാരം അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോയൊരു ഗവൺമെന്റാണ്. ഞാൻ അടിവരയിടുന്നു, UDF ഗവൺമെന്റ് വന്നാൽ ശബരിമലയിലെ ഭക്തജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണം UDF നടത്തും. ഒരു സംശയവും വേണ്ട, UDF ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തന്മാരുടെ, വിശ്വാസികളുടെ, പാവപ്പെട്ടവരുടെ, കണ്ണുനീർ തൂകുന്നവന്റെ, വീടില്ലാത്തവന്റെ, യാതന അനുഭവിക്കുന്നവന്റെ, തൊഴിലില്ലാത്തവന്റെ, പഠിക്കാൻ മാർഗമില്ലാത്ത വിദ്യാർത്ഥിയുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഐശ്വര്യപൂർണമായ ഒരു കേരളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഭരണം ഉണ്ടാകാൻ, സംശുദ്ധമായ ഒരു സൽഭരണം ഉണ്ടാകാൻ കേരള ജനത UDFനെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചരിത്രമുറങ്ങുന്ന ഈ കുമ്പളയുടെ മണ്ണിൽ നിന്ന്, മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ നിന്ന്, സപ്തഭാഷാ ഭൂമിയായ ഈ മഞ്ചേശ്വരത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഐശ്വര്യ കേരള യാത്രയുടെ പ്രയാണം ആരംഭിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനായ ശ്രീമാൻ കെ സുധാകരൻ എംപിയും തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും എംപിയും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന മുമ്പ് ഒറ്റ വാക്യം. ആരാധ്യരായ ശ്രീമൻ AK ആന്റണി അവർ ഈ മഹായാത്രയ്ക്ക് സർവ്വ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരോടും അദ്ദേഹത്തിന്റെ ഹൃദയംഗമായ ആശംസ അറിയിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിക്കാതെ പോയ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ, അദ്ദേഹം ഈ യാത്രയിൽ എല്ലായിടത്തും എത്തിച്ചേരാമെന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയും പ്രത്യേകമായ ആശംസ ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ ഒരു സദസ്സിനെ അഭിസംബോധനയോട് സംസാരിക്കാൻ ശ്രീമാൻ K സുധാകരൻ MP അവരെ ഞാൻ ക്ഷണിക്കുന്നു. സമരാധ്യനായ KPCCയുടെ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, UDFന്റെ ചെയർമാൻ ശ്രീ MM ഹസൻ, പ്രിയങ്കരനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, വേദിയിലെ മറ്റ് നേതാക്കൾ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇനിയൊരു പ്രസംഗത്തിന് സ്കോപ്പില്ല എന്ന് നിങ്ങൾക്കറിയാം. എനിക്കിത് തുടങ്ങണമെങ്കിൽ തന്നെ അരമണിക്കൂർ വേണം. കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതിനപ്പുറത്തെ സമയം വേണം. അതിവിടെ ഇല്ലെന്ന് നിങ്ങളും അംഗീകരിക്കുന്നു. പ്രിയങ്കരനായ ഉണ്ണിത്താൻ ഇവിടെയുണ്ട്. ഉണ്ണിത്താന്റെ തട്ടകത്തിൽ ഞാൻ വിത്തിറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജാഥ ഒരു മോചനത്തിന്റെ കാഹളം ഉയർത്തിക്കൊണ്ടുള്ള ജാഥയാണ്. 5 വർഷക്കാലം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഒരിടത്തും ഒരു മുഖ്യമന്ത്രിയും കാണിക്കാത്ത നിർലജ്ജമായ നാണംകെട്ട അഴിമതിയും കുതികാൽ വെട്ടും അധികാര പ്രമത്തതയും കാണിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് തിരശീലയിടാനുള്ള സമര പോരാട്ടത്തിന്റെ കാഹളമാണ് ഇവിടെ നിങ്ങൾ ഉയർന്നു കേട്ടത്. പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയം നേടി എന്ന് പറയുമ്പോൾ ആ നേടിയെടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കോവിഡാണ് അവരെ വിജയിപ്പിച്ചത്. വീണ്ടും ആ കോവിഡ് തങ്ങൾക്കൊരു സഹായകമാകും എന്ന രീതിയിൽ ഇപ്പോൾ കോവിഡ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിച്ചു. എന്റെ അന്വേഷണത്തിൽ ഇതുവരെയും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും പറയുന്ന രീതിയിൽ ഇവിടെ കോവിഡ് വർദ്ധിച്ചിട്ടില്ല. ഈ വർദ്ധിച്ചു എന്നത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ അവർ നേടിയെടുത്ത വിജയം കോവിഡിന്റെ പശ്ചാത്തലത്തിലും കോവിഡിന്റെ പിന്നാമ്പുറത്തുമാണെന്ന അനുഭവം. ഞങ്ങൾക്ക് പുറത്തു പോയിക്കൂടാ, ഞങ്ങൾക്ക് പൊതുയോഗത്തിൽ സംസാരിച്ചുകൂടാ, ഞങ്ങൾക്ക് വസ്തുത പറഞ്ഞുകൂടാ. 5 കൊല്ലം